ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഭരണം അവസാനിപ്പിക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തി. ഇറാനിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഖമേനിക്കാണെന്നും ട്രംപ് ആരോപിച്ചു. ഇറാനിൽ പുതിയ നേതൃത്വത്തെ അന്വേഷിക്കേണ്ട സമയമാണിത്. ഖമേനിയുടെ എക്സ് അക്കൗണ്ടിൽ നിന്നുള്ള ശത്രുതാപരമായ പോസ്റ്റുകളോട് പ്രതികരിച്ചുകൊണ്ട് ട്രംപ് ഇങ്ങനെ പറഞ്ഞു. സമീപകാല പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾക്ക് US പ്രസിഡന്റാണ് ഉത്തരവാദിയെന്ന് ഖമേനി പോസ്റ്റുകളിൽ ആരോപിക്കുന്നുണ്ടായിരുന്നു. ഇറാനിലുടനീളം ആഴ്ചകളോളം നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾ ഒരു പരിധിവരെ കെട്ടടങ്ങിയെങ്കിലും ട്രംപിന്റെ ഈ പരാമർശം ഭരണമാറ്റത്തെക്കുറിച്ചുള്ള ഏറ്റവും വ്യക്തമായ ആഹ്വാനമായി കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ഇറാനിൽ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. ഇറാനിലെ രക്തച്ചൊരിച്ചിലിനും അസ്ഥിരതയ്ക്കും ട്രംപാണ് ഉത്തരവാദിയെന്നും നാശനഷ്ടങ്ങൾക്കും ജീവഹാനികൾക്കും കലാപങ്ങൾക്കും പിന്നിൽ USഉം ഇസ്രായേലുമാണെന്നും ഖമേനി എക്സ് അക്കൗണ്ടിലെ കുറിപ്പിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. 2025 ഡിസംബർ 28-ന് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ഇറാനിൽ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഖമേനിയുടെ ഭരണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധം വ്യാപകമാകുകയും ചെയ്തു. ട്രംപ് പലപ്പോഴും ഇടപെടൽ ഭീഷണി മുഴക്കിയിരുന്നു. പ്രതിഷേധക്കാരെ ഇറാൻ തൂക്കിലേറ്റിയാൽ വളരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇറാൻ ഭരണകൂടം കൂട്ടവധശിക്ഷ പിൻവലിച്ചതിന് ട്രംപ് അവരെ അഭിനന്ദിക്കുകയും ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറുന്നതായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഖമേനിയുടെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതും ട്രംപിന്റെ മറുപടി വന്നതും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.